അസർബൈജാനിലെ തേർഡ് ഡേ കണ്ടാലോ? അപ്പം ഇതാണ് നമ്മളുടെ ഹോട്ടൽ റൂം. എനിക്കവിടെ നല്ലൊരു മിറർ കിട്ടിയത് കൊണ്ട് എല്ലാ വീഡിയോസിലും ഞാനിത് എടുത്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. തണുപ്പൊക്കെ ആയതുകൊണ്ട് ജാക്കറ്റും തൊപ്പിയൊക്കെ വെച്ചിട്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാം. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല ആരോഗ്യത്തിലൂടെ തുടങ്ങാം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കാണിക്കുന്നത് ഇനി ബഫയാണ്. ബഫയിലെ ഐറ്റംസാണ്. കുറേ സ്വീറ്റ് ഐറ്റംസിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു. കേക്ക്, അങ്ങനത്തെ കുറേ ഐറ്റംസും പിന്നെ സ്വീറ്റ് ഐറ്റംസായ കുറേ സാധനങ്ങളും ക്രൊസോണും അങ്ങനത്തെ കുറേ ഐറ്റംസ്, ബ്രെഡ്, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇവിടുത്തെ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക, റോയൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്ന കണക്ക് നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ വെളിയിൽ പോയി ആക്ടിവിറ്റീസിലൊക്കെ കയറണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഈ കാണുന്ന ഐറ്റംസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ബൊഫയിലാണ് ഞാൻ എല്ലാ ഐറ്റംസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളെ പിന്നെ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്കും ട്രൈ ചെയ്യാൻ നോക്കാറുള്ളൂ. അപ്പോൾ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഈ എന്താ പറയുക, കുറേ ഐറ്റംസ്, ഫ്രഞ്ച് ഫ്രൈസും പാസ്തയും സൂപ്പും പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കുട്ടികൾക്കും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ബ്രേക്ക്ഫാസ്റ്റ് നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഹസ്ബൻഡും മോനും കൂടി അവരുടെ ഈ ഒരു റൈഡിന് പോയിട്ടുണ്ടായിരുന്നു. ഏത് റൈഡാണ്? റോളർ കോസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു റൈഡിന് പോയി. അവർ വരാൻ കുറേ ലേറ്റായി. ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ആളില്ലാത്ത റോളർ കോസ്റ്ററിങ് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ റോളർ കോസ്റ്റിൻ്റെ ഒക്കെ ഭാഗം. അപ്പം ഞാൻ ബാക്ക് സൈഡ് കാണിച്ച് തന്നതേ ഉള്ളൂ. ഈ എന്താ പറയുക, നമ്മൾ വന്ന സമയത്ത് മഞ്ഞൊക്കെ വീണ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതായത് ഇപ്പം ഈ ജാനുവരിയിലൊക്കെ ഭയങ്കര മഞ്ഞായിരിക്കും. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ഗൈഡൊക്കെ നമുക്ക് അയച്ചു തന്നു. അപ്പോഴത്തേന് ഇതാ നമ്മളുടെ എന്താ പറയുക, റോളർ കോസ്റ്റിൽ പോയ ആൾക്കാരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ അവർ വന്നതിന് ശേഷം നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ കാണുന്ന മഞ്ഞൊക്കെ. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള മല നിന്ന് കാണുമ്പോഴാണ് നമ്മളുടെ ഈ മലകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നതും. ഇവിടെ ഫുൾ സ്നോ വീഴും. അതായത് ഈ ഒരു റിസോർട്ടെന്ന് പറയുന്നത് ഫുൾ സ്നോ റിസോർട്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു റിസോർട്ടിൻ്റെ അടുത്ത് വേറെ 2 റിസോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഷഹദാഗ് റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചത്. ഷഹദാഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ഷഹദാഗ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ വേറെ 2 റിസോർട്ട് കണ്ടുവച്ചിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും വന്നാലോ അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് എന്താ പറയുക, ഒരു സജഷൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പേരൊക്കെ നമ്മൾ മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ ഈ പിള്ളേരും നമ്മളെല്ലാവരും കൂടി ഈ സ്നോയിൽ കിടന്ന് കുറേ കളിച്ചു. മഞ്ഞിൽ കളിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് വന്ന് അവസാനം മഞ്ഞിൽ ഒരുപാട് നേരം കളിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ എൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീലൊക്കെ എടുക്കാതിരിക്കാൻ തോന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു എന്താ പറയുക, കാണുമ്പോൾ ബാക്ക് സൈഡ് ഫുൾ ആ ഫോഗും നമ്മുടെ ഫ്രണ്ടിലൊക്കെ മഞ്ഞും നടന്ന് ചെല്ലുമ്പോൾ ആ ഫോഗും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഏതോ ഒരു എന്താ പറയുക, സ്വർഗത്തിലെത്തിയ ഒരു ഫീലുണ്ടല്ലോ, ആ ഒരു ഫീലാണ്. അത്ര മനോഹരമായ എന്താ പറയുക സ്ഥലമായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റി. വന്ന സ്ഥലം അതായത് ബാക്കുവിൽ വന്ന് നമ്മൾ അതായത് അസർബൈജാനിൽ വന്ന ദിവസം മഴ പെയ്തു. പിന്നെ നമ്മൾ ഷഹദായിൽ വന്ന സമയത്ത് ഫോഗ് ഉണ്ടായിരുന്നു, മഞ്ഞ് കിട്ടി. എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ എന്താ പറയുക, ഇതിൽ റോപ്പേയിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. ഇത് ആ ഒരു ഹോട്ടലിൻ്റെ താഴോട്ട് ഒരു
10-20 മിനിറ്റ് വരുമ്പോഴാണ് ഈ ഒരു സ്ഥലമുള്ളത്. അവിടെ വന്നു ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ റോപ്വേയിൽ കയറിയിട്ടുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ ഈ ഒരു ഗ്ലാസ് ഒന്നും അടച്ചു വെച്ചിട്ടില്ലായിരുന്നു, തുറന്നിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല പേടി തോന്നും നമുക്ക്. നമ്മളിങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ എന്തോരം എന്താ പറയുക താഴ്ചയിൽ എന്താ പറയുക എന്തോരം താഴ്ചയാണ്. നമ്മളെങ്ങാനും വീണ് കഴിഞ്ഞാൽ നമ്മളെ പൊടി പോലും കിട്ടൂല. അതും ഈ ഓപ്പൺ ആയിട്ടുള്ള ഇതായതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്ക് പേടി തോന്നും. പിന്നെ കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, കാരണം ഫോഗ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. പിന്നെ ഭയങ്കര തണുപ്പുമാണ്. അത്രയും തണുപ്പത്ത് ഞാൻ ഗ്ലൗസൊക്കെ ഊരിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് അകത്ത് വെച്ചു, അതായത് ഫോണൊക്കെ എടുത്ത് അകത്ത് വെച്ചു. പിന്നെ എന്താ പറയുക അങ്ങനെ നമ്മളതിൻ്റെ റോബയിൽ വന്ന് മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യൂ ആണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ബാക്കുലോട്ട് പോവാണ്. അപ്പം ഫ്രൂട്ട്സ് കട കണ്ടു, അങ്ങനെ ഫ്രൂട്ട്സ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചില്ല, ഉച്ചക്കലത്തെ ലഞ്ചും രാത്രിത്തെ ഡിന്നറും കൂടി ചേർത്ത് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കുവിൽ വന്നിട്ട് 6 മണിക്കാണ് നമ്മൾ ബാക്കുവിൽ എത്തിയത്. അങ്ങനെ അവിടെ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നതാണ്. അടിപൊളി ഒരു ഹോട്ടലാണ്. എന്താ പറയുക നല്ല ഫുഡായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല 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 ഭംഗിയായിരുന്നു. അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഇതിന് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത്ര മനോഹരമായ ഒരു ഹോട്ടലായിരുന്നു. അങ്ങനെ നമ്മളൊരു ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തല്ല, അവിടുത്തെ ആ ഒരു എന്താ പറയുക പയ്യൻ നമുക്ക് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ജ്യൂസായിരുന്നു, അത് നമ്മൾ ഓർഡർ ചെയ്തു. പിന്നെ ഈ കാണുന്ന ഐറ്റംസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അടുത്ത് പേര് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വലിയ ബണ്ണ് കിട്ടും. ഈ കാണുന്ന ഐറ്റംസ് അവിടുത്തെ എന്താ പറയുക ആ പയ്യൻ എന്താ പറയുക എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.